ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്കും പ്രകാരം ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും ലഹരിയും പിടിച്ചത് ഏത് ജില്ലകളിൽ നിന്നാണെന്നും ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഏത് ജില്ലകളിൽ നിന്നാണെന്ന കണക്ക് പുറത്തേക്ക് പറയുമ്പോൾ അയ്യോ, ആ ജില്ലയെക്കുറിച്ച് മിണ്ടല്ലേ, അത് ഈ നാട്ടിൽ ന്യൂനപക്ഷ വേട്ടയ്ക്ക് വേണ്ടിയുള്ള ആരോപണമെന്നൊന്നും പറഞ്ഞുകളയല്ലേ ഇതിപ്പോ പിടിച്ചിരിക്കുന്നത്. മേനോൻ സർക്കാരിന്റെ കീഴിലുള്ള ചെന്നിത്തലയുടെ പോലീസാണ്. ആ ചെന്നിത്തലയുടെ പോലീസ് പിടിച്ച കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് സിറ്റിയിൽ, കൂടുതൽ അറസ്റ്റ് നടന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ. നേരത്തെ മലപ്പുറത്ത് നിന്നുള്ള PV അൻവർ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ പുറത്ത് ഡാൻസ് ഓഫ് സംഘം ഉപയോഗിച്ച് പിടിക്കുന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഒഴുകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ അതൊരു മതവിഭാഗത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് പറയുമ്പോൾ ഈ തൂഫാന്റെ ഈ റിസൾട്ട് വരുമ്പോൾ പ്രത്യേകം മലപ്പുറം സ്നേഹികൾ ഇതിനെക്കുറിച്ച് എന്ത് പറയും? തൂഫാനുമായി ബന്ധപ്പെട്ട കേസുകൾ, റെയ്ഡുകൾ, അറസ്റ്റുകളെല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലബാർ മേഖലയിലാണ്. ഒരു കാര്യമുണ്ട്, ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്യാൻ വേണ്ടിയോ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങനെ അറസ്റ്റ് നടക്കുന്നത്? അല്ലല്ലോ. അപ്പോ ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മതത്തിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് ഇത്രയും ലഹരിവേട്ട അരങ്ങേറുന്നത്? ആ നാട് നന്മയുള്ള മനുഷ്യരുടെ നാടാണെന്ന് പറയുമ്പോൾ ആ നാട്ടിൽ ഇത്രത്തോളം കേസും ഇത്തരം പ്രവർത്തികളിലും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരുടെ എണ്ണം എന്തുകൊണ്ട് വർദ്ധിച്ചു വരുന്നു? നമ്മുടെ സമൂഹം ചർച്ച ചെയ്യണ്ടേ? കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മലപ്പുറം എന്ന് മിണ്ടാൻ പാടില്ല. ഇപ്പോ കാലം മാറി. ലീഗിന്റെ സ്വന്തം നാട്ടിൽ ലീഗ് MLA ആക്കിയിട്ടുള്ള യൂത്ത് ലീഗ് നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് വരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മയക്കുമരുന്നുകൾ പിടിച്ചിരുന്നു. സ്വന്തം രക്തത്തെ തന്നെ അതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത ചരിത്രവുമുണ്ട്. അപ്പോ ആ നാട്ടിലെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിന്റെ ഭാഗമെന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോ തൂഫാന്റെ ഭാഗമായി ഇങ്ങനെ അറഞ്ചം പുറഞ്ചം കേസുകൾ കോഴിക്കോട് സിറ്റിയിലും മലപ്പുറത്ത് അറസ്റ്റും തുടരുമ്പോൾ എന്താണ് അതിന്റെ റിയാലിറ്റി? ഈ സമൂഹം ചർച്ച ചെയ്യണ്ടേ? നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, സ്വർണ്ണക്കടത്ത് കേസുകളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നത്, ഇതിനെല്ലാത്തിനും കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലുള്ളവർക്ക് പങ്ക് എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇല്ലീഗൽ പ്രാക്ടീസ് അല്ലെങ്കിൽ നിയമവിരുദ്ധ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് ആ ജില്ലയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഗൗരവതരമായി കാണേണ്ടതല്ലേ? ആ ഗൗരവതരമായി കാണണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണോ? ആ ജില്ലയിൽ ഉൾപ്പെടുന്ന മനുഷ്യർ, അവരുടെ മതം ഏതുമായിക്കോട്ടെ, അവർ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടണ്ടേ? ഒരു എയർപോർട്ട് കേന്ദ്രീകരിച്ച് നിരന്തരം പരിശോധന ശക്തമാക്കി എന്ന് പറയപ്പെടുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനമുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ടുകൾ മുഖേന നിരന്തരം ഇങ്ങനെ സ്വർണ്ണക്കടത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പുറത്തുനിന്ന് കേരള പോലീസ് ഡാൻസ് ഓഫ് സംഘത്തെ വെച്ച് അത് പിടിച്ചിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഡാൻസ് ഓഫ് സംഘത്തെ പിരിച്ചുവിട്ടു. അതിനുശേഷമാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. തൂഫാൻ ആരംഭിച്ചതിന് പിന്നാലെ മധ്യ കേരളത്തിൽ തുടങ്ങി ഇപ്പോ മലബാർ മേഖലയിലേക്ക് കടക്കുമ്പോൾ തൂഫാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആകമാനം ലഹരി ഒഴുക്കുന്ന ഇടങ്ങൾ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും മതത്തെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് ഈ കണക്കുകൾ വെച്ചിട്ട് ആലോചിക്കുക. സാമൂഹ്യ വിപത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏത് ജില്ലയാണെങ്കിലും മതം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അത് ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രഥമമായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് മറയ്ക്കാൻ വേണ്ടി മതത്തെ എടുത്ത് മറയാക്കരുത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മതത്തെ മറയാക്കിക്കൊണ്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് എന്തോ നടക്കുന്നു അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ളവരെ മോശക്കാരാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നിടത്ത് ഈ കണക്ക് പ്രകാരം ആ ജില്ലയിൽ അറസ്റ്റ് കൂടുമ്പോൾ അതൊരു മതവിഭാഗത്തെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ലല്ലോ. ആ ജില്ല കേന്ദ്രീകരിച്ച് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നവർ, അതായത് വളരെ വേഗത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്യുന്നവരുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ഈ കണക്കുകളെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.